ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ നേരത്തെ മറക്കാതെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണേ. അപ്പോൾ നമുക്ക് നേരെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ രേവതിയുടെയും സച്ചിയുടെയും പുതിയ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ സച്ചി രേവതി രണ്ടായിട്ടല്ലേ കിടക്കുന്നത്. സച്ചി രേവതി രണ്ടായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഹോളിലാണെങ്കിലും അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നുമില്ല, അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പം അവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രൈവസി ഇല്ല. അതുകൊണ്ട് ചില ദിവസം നമ്മുടെ സച്ചി ടർസിന്റെ മണ്ടേ കിടക്കും, ചില ദിവസം രേവതിയും ടർസിന്റെ മണ്ടയിലേക്ക് പോകും. അതുപോലെ അവരങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. മുത്തശ്ശിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. അപ്പൊ മുത്തശ്ശിക്ക് അറിയില്ല കേട്ടോ ഇവരിങ്ങനെയാ കിടക്കുന്നത് എന്നൊന്നും മുത്തശ്ശിക്ക് അറിയില്ല. അപ്പൊ മുത്തശ്ശി പെട്ടെന്ന് ഇവരോട് ആരോടും പറയാതെ ഒരു ദിവസം വരികയാണ്. അതും നമ്മുടെ മുത്തശ്ശി വരുന്നത് അതിരാവിലെയാണ് കേട്ടോ. അതിരാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ. അങ്ങനെ അതിരാവിലെ മുത്തശ്ശി വന്നു. മുത്തശ്ശി വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. നമ്മുടെ രേവതി രാവിലെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്. അപ്പൊ രേവതി എണീക്കാറാകുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ രേവതി ആരായി കോളിംഗ് ബെൽ അടിക്കുന്ന രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുടിയൊക്കെ മടക്കി കെട്ടി രേവതി പോയി വാതിലങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നിൽക്കുന്നു മുത്തശ്ശി. അയ്യോ, കണ്ടതും രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മുത്തശ്ശി ഇത് എന്താ മുത്തശ്ശി ഒരു മുന്നറിയിപ്പും ഇല്ല, മുത്തശ്ശിയല്ല സോറി അച്ചമ്മ ഇത് എന്താ അച്ചമ്മ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് എൻ്റെ മോളെ കാണാൻ വരാന് പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? സത്യം പറയാമല്ലോ മോളെ രേവതി, എനിക്ക് നിന്നെ സച്ചിമോനെ കാണാൻ ഭയങ്കര ആഗ്രഹം, അതുകൊണ്ടാണ് ഞാനിങ്ങ് പോകുന്നത്. പിന്നെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ നിലമൊക്കെ ഉഴുത് വരണം, കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലും വിത്തിറക്കണമെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് ടൈം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. എന്നാ പിന്നെ എൻ്റെ കൊച്ചുമക്കളെയൊക്കെ വന്നൊന്ന് കണ്ടേക്കാം എന്നോർത്തിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മുത്തശ്ശി കയറി വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പായൊക്കെ മടക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് പായും തലകണയൊക്കെ മടക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നത്. ഇതെന്താ ഇവിടെ കിടക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അല്ല രേവതി ഇതെന്താ നീ പായും തലകണയൊക്കെ, ഇതെന്താ നീ ഇവിടെ കിടക്കുന്നത്? അല്ല എന്തി സച്ചി എവിടെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ ഞാൻ സച്ചിയേട്ടൻ ടർസിന്റെ മണ്ടയിലാ അച്ഛമ്മേ. ടർസിന്റെ മണ്ടയിലോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണോ കിടക്കുന്നത്? അത് ഇടയ്ക്ക് സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഇവിടെ വന്ന് കിടക്കും. ചിലപ്പോൾ സച്ചിയേട്ടൻ ടർസിന്റെ മണ്ടയിൽ പോകും, ഞാനും ചിലപ്പോൾ സച്ചിയേട്ടൻ്റെ കൂടെ ടർസിന്റെ മണ്ടയിൽ പോകും. ഓഹോ, അല്ല നിങ്ങളുടെ മുറി ഇപ്പം ആരുടെ മുറിയാ? അത് ഞങ്ങളുടെ മുറിയിൽ ഇപ്പം അച്ഛനും അമ്മയാ കിടക്കുന്നത്. അച്ഛനും അമ്മയോ? അല്ല അപ്പൊ ചന്ദ്രയും രവീന്ദ്രനും എവിടെയാ കിടക്കുന്നത്? അത് അല്ല സോറി, ചന്ദ്രയും രവീന്ദ്രനും എവിടെയാ കിടക്കുന്നതല്ല, ചന്ദ്രയുടെയും രവീന്ദ്രന്റെ റൂം എന്താ കാലിയാണോ? നിങ്ങൾക്ക് അവിടെ കിടന്നൂടെ? അല്ല അവിടെ ശ്രീകാന്തും വർഷയുമാ കിടക്കുന്നത്. ഓഹോ, അപ്പം ശ്രീകാന്തിനും വർഷയ്ക്കും മുറിയുണ്ട്, ശ്രുതിക്കും മുറിയുണ്ട്, അതുപോലെ ചന്ദ്രയ്ക്കും രവീന്ദ്രനും മുറിയുണ്ട്. ഇപ്പം പുറമ്പോക്കല്ലേ മോളെ നീയ? ഈ കാര്യം എന്തേ വിളിക്കുമ്പോ എന്നോട് പറയാതിരുന്നത്? ഇതൊക്കെ ഒരു കാര്യമാണോ അച്ഛമ്മേ? അത് പിന്നെ അച്ഛന് വയ്യല്ലോ, അതും കൊണ്ടാ ഞങ്ങളുടെ റൂം അച്ഛന് കൊടുത്തത്. പിന്നെ ശ്രീകാന്തും വർഷയും അവര് കല്യാണം കഴിച്ചു വന്നപ്പോൾ അവർക്ക് മുറിയില്ലായിരുന്നു. അത് പിന്നെ നമ്മുടെ വർഷം വലിയ സൗകര്യമുള്ള വീട്ടിൽ നിന്നൊക്കെ വന്നല്ലേ, അപ്പൊ പിന്നെ മുറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ശ്രുതിയോ അവർക്ക് മുറിയുണ്ടല്ലോ. അത് ശ്രുതി മുറിയില്ലാതെ കിടക്കില്ല, അവരവരുടെ മുറി ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങളുടെ മുറി അച്ഛനും അമ്മയ്ക്കും ഒഴിഞ്ഞു കൊടുത്താ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇവിടെ കിടക്കണം, അച്ഛന് വയ്യാത്തതല്ലേ. ഓഹോ, അപ്പൊ നിനക്ക് മാത്രമേ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളോ? ഇവിടെയുള്ള ബാക്കി എല്ലാവരുടെ അച്ഛനും അമ്മയും ഒന്നും അല്ലേ അത് പിന്നെ അച്ഛമ്മ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കാൻ നിൽക്കുമൊന്നും വേണ്ട, ഞാനും സച്ചേട്ടനും മനഃപൂർവ്വം തന്നെ ഒഴിഞ്ഞു കൊടുത്തതാ, സാരമില്ല. ഇത് പ്രശ്നമാക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാം. അല്ല രാവിലെ ഇതുവരെ ഇവിടെ ആരും എണീറ്റില്ലേ? അല്ല നീയാണോ രാവിലെ എന്ന് ഇവിടെ എണീറ്റ് ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കുന്നത്? ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നില്ലേ? മോളെ നിനക്ക് പൂക്കച്ചവടത്തിന് പോണ്ടേ? അല്ല നിനക്ക് വണ്ടിയൊക്കെ എടുത്തു, നീ വണ്ടിയിലാണ് പൂക്കച്ചവടം നടത്തുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതെ അച്ഛമ്മേ, ഇപ്പൊ വണ്ടിയിലാ പൂക്കച്ചവടം, സച്ചേട്ടൻ മേടിച്ചെന്ന വണ്ടിയാ.
ഉം അവരിപ്പം നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഉം ഏതായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ അച്ചമ്മ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അല്ല, ചന്ദ്രനെ ഒന്ന് പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ചന്ദ്രയുടെ വാതിലിൽ പോയി മുട്ടുകയാണ്. വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ടിട്ട് ചന്ദ്രയ്ക്ക് കലി വരികയാണ്. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. രവിയേട്ട എണീക്ക് എണീക്കെന്ന് പറഞ്ഞ് തട്ടുക. അപ്പൊ രവി, എന്താടി ചന്ദ്രേ എന്ന് ചോദിച്ചപ്പം, ദേ ആരോ വന്ന് വാതിൽ തട്ടുന്നു, നിങ്ങളൊന്ന് തുറന്നു നോക്ക്. അതെന്താ നിനക്ക് തുറന്നാല്? ഓ, എനിക്ക് വയ്യ ഇപ്പൊ എണീക്കാൻ. എന്റെ പൊന്നി രവിയേട്ടാ, കണ്ണ് പൊളിച്ച് കയറുക, കണ്ണ് അടച്ചിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്നില്ല. ഓ, അവളുടെ ഒരു ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ആരായി രാവിലെ വന്ന് കൊട്ടുന്നെന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു അമ്മ. അമ്മയോ? എന്താമ്മേ ഈ രാവിലെ അമ്മ? അത് പിന്നെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണാൻ വരാനേ. എനിക്ക് രാവിലെയോ രാത്രിയോ ഒന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാനിങ്ങ് പോരും. അങ്ങനെയാണ് ഈ കലാവധി. അതറിയത്തില്ലേ നിനക്ക്? ആ, അതറിയാം. അല്ല, ചന്ദ്ര എന്താ ഇതുവരെ എണീക്കാത്തത്? അവളെന്താ പോത്തുപോലെ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ കിടന്നുറങ്ങുകയാണല്ലോ. അപ്പൊ ചന്ദ്ര പതുക്കെ, ഇത് ആരാ രവിയേട്ടാ? അത് ആരാണെങ്കിലും വാതിലടച്ചിട്ട് പോകാൻ പറ, മനുഷ്യന് ഉറക്കം കളഞ്ഞിട്ട്. അവളായിരിക്കുമല്ലേ രേവതി, അവൾക്ക് അല്ലെങ്കിൽ ഉള്ള സൂക്കേടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പതുകെ ഇങ്ങ് വരികയാണ്. പതുകെ ഇങ്ങ് വന്നിട്ട്, ഡി ചന്ദ്രേ, എണീക്കടി എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഓന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്വരത്തിനൊരു വ്യത്യാസം. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പുതപ്പൊക്കെ മാറ്റി നോക്കിയപ്പം ദേ നിൽക്കുന്നു അമ്മായിയമ്മ. പേടിച്ചു വിറച്ചു പോയില്ലേ? അയ്യോ, അമ്മയോ? അമ്മ എന്താ ഇപ്പൊ ഇവിടെ? എന്താ, എനിക്ക് എന്റെ മോനെ കാണാൻ വരണ്ടേ? അല്ല, നിന്നോട് അനുവാദം ചോദിച്ചു വേണോ എന്റെ മോനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാന്? അതല്ല, ഇപ്പൊ എന്താ ഇവിടെ എന്നാ ചോദിച്ചത്. എനിക്ക് വരാൻ തോന്നി, ഞാൻ വന്നു, അത്ര മാത്രം. അതേ, ദേ സമയം എത്രയായിന്ന് ഓർത്തോണ്ടാ. സമയം 5 മണി കഴിഞ്ഞു. എടി, പെണ്ണുങ്ങളാണെങ്കിൽ രാവിലെ എണീക്കണം. പണ്ടേ നിനക്ക് രാവിലെ എണീക്കുന്ന സ്വഭാവമില്ലല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടല്ലോ, രേവതി. അവള് രാവിലെ എണീറ്റ് എന്തൊക്കെ പണികളാടി ചെയ്യുന്നത്. അത് പോരാഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവളുടെ ജോലിക്കും പോവും. ഇതൊക്കെ കണ്ടിട്ട് നാണമില്ലടി പോത്തുപോലെ നീ കിടന്നുറങ്ങാന്? എണീക്കടി അവിടുന്ന്. ഇല്ലെങ്കിൽ ഞാനിപ്പം വെള്ളം കോരി തലമണ്ടേ കൂടെ ഒഴിക്കുന്നു പറഞ്ഞു. അത് പിന്നെ അമ്മേ, ഞാൻ എണീക്കാന്ന് പറഞ്ഞു പതുക്കെ എണീറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് രേവതി അല്ല ഇവിടെ പണി ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ പണി ചെയ്യാൻ പോകുന്നത് എൻ്റെ മരുമകളാ. എൻ്റെ മരുമകളുടെ കൈയും കൊണ്ടുണ്ടാക്കിയ ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് എത്ര ദിവസമായി? ആ, ദിവസമല്ല, മാസങ്ങളായില്ലേ. അന്ന് നിങ്ങൾ ആ പൊങ്കലിന് വന്ന്, അന്നാണ് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചത്. ആ, മറ്റു മരുമക്കളെയൊക്കെ പോയി കാണാം, അല്ല സോറി, കൊച്ചുമക്കളെയൊക്കെ പോയി കാണാം. അതിനു മുമ്പ് ദേ നീ പെട്ടെന്ന് പോയി എനിക്ക് ഒരു ഗ്ലാസ് നല്ല കടുപ്പത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ എടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര, അത് പിന്നെ രേവതി അടുക്കളയിലുണ്ടല്ലോ. ഓ, രേവതി അടുക്കളയിലുണ്ട്. അവളെ ഇന്ന് ജോലിയൊന്നും ചെയ്യുന്നില്ല. ദേ ഞാനാ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ. എനിക്ക് എൻ്റെ മരുമകളുടെ കൈ കൊണ്ട് തന്നെ വേണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പോയി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചായ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര നനഞ്ഞ കോഴീനെ പോലെ അവിടെ നിന്ന് പോവുക. രവീന്ദ്രനാണെങ്കിൽ നമ്മുടെ കലാവതിനെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് മാത്രമേ ഇതുപോലെ ഒരു പാവത്താരം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ മരുമക്കളെല്ലാം വരച്ച വരയിൽ നിർത്തുക. മരുമക്കളെയൊക്കെ അവള് വരച്ച വരെ നിർത്തട്ടെ. അപ്പൊ ഞാൻ എൻ്റെ മരുമകളെ വരച്ച വരെ നിർത്തണ്ടേ രവീന്ദ്ര? അത് വേണോ അമ്മേ? അതൊക്കെ പോട്ടെ മോനെ, നിനക്ക് എങ്ങനെയുണ്ട്? ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അത് മോനെ മരുന്നൊക്കെ കഴിക്കാറില്ലേ സമയത്തിന്? രേവതി ഉള്ളത് കൊണ്ട് സമയത്തിന് മരുന്നും ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്. അവളേതായാലും നല്ല പെണ്ണാ മോനെ, നല്ല പെണ്ണ്. നീ ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യം അവള് തന്നെയാ. സച്ചിക്ക് ഉതകുന്ന, സച്ചിക്ക് പറ്റിയൊരു പെണ്ണിനെ നീ കണ്ടുപിടിച്ചു. അത് തന്നെയാ നല്ലത്. അവളെ ഞാൻ കണ്ടിരുന്നു. അവരൊരുമിച്ചല്ലേ കിടക്കുന്നത്? അല്ല, അവരൊരുമിച്ചല്ല അമ്മയെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞതാ മക്കളോട് ആ റൂം അങ്ങ് എടുത്തേക്കാന്. അപ്പൊ എന്നെ നിലത്ത് കിടത്താൻ അവർക്ക് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ മറ്റ് 2 മക്കളുടെ കാര്യം അറിയാലോ. പിന്നെ ശ്രീകാന്തിന്റെ വർഷയുടെയും കാര്യം പോട്ടെന്ന് വെക്കാം. ശ്രുതി റൂം ഇട്ട് വിട്ടു കൊടുക്കത്തുമില്ല. പിന്നെ അത് ആ വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് വെച്ച് ഞാൻ, അങ്ങനെ ആ വഴിക്ക് പോട്ടെ എന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ. ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്ന കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനാ. ഏതായാലും എല്ലാ മരുമക്കളും വരട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയാ. അങ്ങനെ നമ്മുടെ രേവതി അടുക്കളയിൽ കയറാതെ അന്ന് ചന്ദ്രയാണ് അവിടെ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. വരുന്ന ഉടനെ തന്നെ വായൊക്കെ പൊളിച്ച് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വന്ന അടുക്കളയിലേക്ക് രേവതി ഒരു ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നിൽക്കും നമ്മുടെ ചന്ദ്രനെ കണ്ടതും ശ്രുതി ഞെട്ടിപ്പോയി. ഇതെന്താ അമ്മ ഇവിടെ? അത് പിന്നെ എന്ത് ചെയ്യാനാ, വന്നിട്ടുണ്ടല്ലോ.
എൻ്റെ അമ്മായിയമ്മ. ആര്? അച്ഛമ്മ വന്നോ? ആ, വന്നു. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് നമ്മുടെ കലാവധി വരികയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എന്താ മോളെ, അച്ഛമ്മേനെ കണ്ടിട്ട് മോക്കത്രയ്ക്ക് ദഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട്. അപ്പം ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മ വന്നെന്നോർത്ത് എനിക്കെന്താ കുഴപ്പമിരിക്കുന്നത്? അച്ഛമ്മ വന്നത് എനിക്കെന്താ ദഹിക്കാത്തത്? അച്ഛമ്മേനെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഷോറൂം ഓപ്പൺ ചെയ്ത കാര്യമൊക്കെ അച്ഛമ്മ അറിഞ്ഞല്ലോ. ആ, അതൊക്കെ അറിഞ്ഞു. അന്ന് ഏതായാലും വരാൻ പറ്റിയില്ല. കടയൊക്കെ ഒന്ന് വന്ന് കാണണം. ശ്രുതിക്ക് ഇങ്ങനെ ഒരു കടയൊക്കെ ഇട്ട് കൊടുത്തില്ലേ മോള്? നല്ല കാര്യം. മോളുടെ അച്ഛനെ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മോളുടെ അച്ഛൻ എന്തോ ജയിലിലാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് പിന്നെ അച്ഛൻ ജയിലിൽ തന്നെയാ. അച്ഛൻ ജയിലിലാണല്ലേ? മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. ഞാനും കുറെ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാടും നേർച്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ചന്ദ്രേ, നീ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞോ? കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞമ്മേ. എങ്കിൽ പിന്നെ കാപ്പിയൊക്കെ എടുത്തോണ്ട് വാ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശ്രുതിയും വർഷയും ശ്രീകാന്തും രേവതിയും സച്ചിയും എല്ലാവരും വേണം. വന്നിരിക്കുക. അതെ, ഇന്ന് ചന്ദ്രേ നീ വേണം എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ രേവതിനെ സഹിതം ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്താണ് കേട്ടോ നമ്മുടെ കലാവധി. അങ്ങനെ കലാവധിയും രേവതി എല്ലാവരും ഇരുന്നു. നമ്മുടെ ചന്ദ്രയാണ് വിളമ്പി കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ അച്ചമ്മ ഒരു കാര്യം പറയാണ്. വേറെ ഒന്നുമല്ല, സച്ചി രേവതിയാണല്ലോ എന്നും ഹോളിൽ കിടക്കുന്നത്. അതിൽ നമുക്കൊരു മാറ്റം വരുത്തണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് സുധി പറഞ്ഞു, അവർക്ക് ഹോളിൽ കിടക്കാൻ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അച്ചമ്മയ്ക്ക് എന്താ കുഴപ്പം? എടാ സുധി, നിന്റെ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ലല്ലേ, നീ അവിടെ മിണ്ടാതിരിക്കുക പറഞ്ഞു. അപ്പോഴത്തേക്കാണ് രേവതി പറഞ്ഞ, അതൊന്നും സാരമില്ല അച്ചമ്മേന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ രേവതിനെ തന്നെ ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പം അച്ചമ്മ ചോദിച്ചു, എന്താ ചന്ദ്ര നീ അവളെ തന്നെ നോക്കുന്നത്? അവൾ എന്നോട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ വന്നപ്പം അവൾ ഹോളിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ 3 മരുമക്കൾക്കാണെങ്കിലും 3 മക്കൾക്കാണെങ്കിലും തുല്യ അവകാശമുള്ളത്. ഒരാൾക്കും ഒന്നിൽ കൂടുതൽ അവകാശങ്ങളൊന്നും ഇല്ലല്ലോ. തുല്യ അവകാശം. ആ സ്ഥിതിക്ക് ഇവിടുത്തെ റൂമുകളുടെ മേലിലും എല്ലാവർക്കും തുല്യ അവകാശം തന്നെ വേണം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇനി സച്ചിൻ രേവതിയും എന്നും ഹോളിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം സച്ചിൻ രേവതിയും കിടക്കുകയാണെങ്കിൽ ഒരു ദിവസം ശ്രീകാന്തും വർഷയും കിടക്കണം. പിറ്റേ ദിവസം പിന്നെ ശ്രുതിയും കിടക്കണം. പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം. അതാ വേണ്ടത്. അല്ലാതെ ഇവിടെ രേവതിനെ സച്ചിനെ മാത്രം ആരും തറയെ കിടത്താന്ന് തീരുമാനിക്കേണ്ടെന്ന്. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയും ഒന്ന് ഞെട്ടുന്നു, ശ്രുതി ഒന്ന് ഞെട്ടുന്നു, ശ്രുതി ഒന്ന് ഞെട്ടുന്നു. പിന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ശ്രുതി അപ്പൊ പറഞ്ഞു, അത് പിന്നെ എനിക്ക് നിലത്തൊന്നും കിടന്ന് ശീലമില്ല. ശീലമില്ലെങ്കിലേ ഇങ്ങനെയാടാ ശീലിക്കേണ്ടത്. നിലത്ത് കിടന്ന് തന്നെ ശീലിക്കണം. അതെ, നിലത്ത് കിടക്കുന്നതിന്റെ സുഖം എന്താണെന്ന് നീയും കൂടെ ഒന്ന് അറിയേ. അല്ല ശ്രുതി മോളെ, നിനക്ക് സമ്മതമാണോ? അത് പിന്നെ എനിക്ക് കുഴപ്പമില്ല അച്ഛമ്മേ. അല്ല, നീ അങ്ങ് മലേഷ്യയിലൊക്കെ ജനിച്ചു വളർന്നതുകൊണ്ടേ നിനക്ക് ചിലപ്പോൾ നിലത്ത് കിടന്ന് ശീലമൊന്നും ഇല്ലായിരിക്കും. എങ്കിലും നിങ്ങൾ മരുമക്കളും മക്കളും ഒക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനെ രേവതിനെ റൗണ്ട് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ സച്ചിക്ക് 2-3 ദിവസം നമ്മുടെ സച്ചിക്കും രേവതിക്ക് റൂം കിട്ടാൻ പോവുകയാണ്. ഏതായാലും നമ്മുടെ അച്ചമ്മ വരേണ്ടി വന്നു അവളുടെ ഈ ഒരു എന്താ പറയാ പ്രൈവസി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഏതായാലും ഈ ഒരു വിശേഷമാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം ഇതിന്റെ ബാലൻസ് കഥയും അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഉച്ചയ്ക്ക് നമ്മൾ ഇടുന്നത് അപ്കമിങ് വിശേഷങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഈ ചാനലിൽ കഥയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും, അതായത് നാളത്തെ വിശേഷം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇടാനുള്ളത് നാളെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതിലിപ്പോൾ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ മാത്രം. മെയിൻ ചാനലിലാണ് നമ്മൾ ഒറിജിനൽ വിശേഷവും പ്രേമ വിശേഷവും ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ അല്ലെ? ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പം മെയിൻ ചാനൽ ജിൽ ചിന്നു ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, നമ്മുടെ ചാനലിൽ കിട്ടിക്കോളും. അപ്പോൾ അതിനകത്ത് ഫുൾ വിശേഷവും ഇടുന്നുണ്ട്, പ്രേമ വിശേഷവും ഇടുന്നുണ്ട്. അപ്പം ടാറ്റ ബൈ ബൈ.